നമസ്കാരം. ഇന്ത്യൻ സൂപ്പർ ലീഗ് നമ്മുടെ ISL അതിന്റെ 2025-26 സീസണിന്റെ കാര്യം ഇപ്പോൾ ഒരു വലിയ ചോദ്യചിഹ്നമാണ്. അതെ. ചില റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്, ഈ ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെന്റ് ലിമിറ്റഡ്, അതായത് FSDL-ഉം പിന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ AIF-ഉം തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന്. ശരിയാണ്. കാര്യങ്ങളെ കുറച്ച് സങ്കീർണമാണ് ശരിക്കും. അപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്? നിങ്ങളൊരു ഫുട്ബോൾ ആരാധകനാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ സ്പോർട്സിലെ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്കിതിലേക്കൊന്ന് ആഴത്തിൽ നോക്കാം. തീർച്ചയായും. ഇതിന്റെ എല്ലാം ഒരു കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് ഈ FSDL-ഉം AIF-ഉം തമ്മിലുള്ള മാസ്റ്റർ റൈറ്റ്സ് എഗ്രിമെന്റ് MRA ആണ്. MRA. അതെ, അത് 2025 ഡിസംബറിൽ തീരുകയാണ്. പക്ഷേ പുതിയൊരെണ്ണം അത് ഒപ്പുവെച്ചിട്ടില്ല ഇതുവരെ. അതാണ് ഇപ്പോഴത്തെ ഈ ഒരു പ്രതിസന്ധിയുടെ ഒരു ബേസിക് കാരണം. ശരി, അപ്പം ഈ MRA പുതുക്കുന്നതിൽ എന്താണ് ഇത്ര താമസം വരുന്നത്? 2010 മുതലുള്ള കരാറല്ലേ ഇത്? ലീഗ് നടത്തുന്നത്, സംപ്രേഷണം, ഇതൊക്കെ ഈ കരാർ വെച്ചല്ലേ? അതെ, ലീഗിന്റെ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും. എന്നിട്ട് ഡിസംബർ അടുത്തെത്തിയിട്ടും ഒരു തീരുമാനമായില്ല എന്ന് പറയുമ്പോൾ FSDL-ന്റെ പ്ലാനുകളൊക്കെ ആകെ താളം തെറ്റിക്കുകയാണല്ലോ. തീർച്ചയായും. അവർക്ക് അടുത്ത സീസൺ എങ്ങനെ നടത്തും, എങ്ങനെ മുന്നോട്ടു പോകും എന്നതിലൊന്നും ഒരു ക്ലാരിറ്റിയുമില്ല. ഓഹോ. അതിന്റെ കൂടെയാണ് AIFI അവരുടെ 2025-26 ഒഫീഷ്യൽ ഫുട്ബോൾ കാലണ്ടർ പുറത്തിറക്കിയപ്പോൾ അതിൽ ISL ഇല്ല. അതും കൂടെയോ? അതെ, അത് ജൂൺ 2025 ശ്രദ്ധയിൽപ്പെടുന്നത്. അത് കാര്യങ്ങൾ കുറച്ചുകൂടി വഷളാക്കി. എന്തുകൊണ്ടായിരിക്കും അവരൊഴിവാക്കിയത്? ഈ തർക്കം തന്നെയാണോ കാരണം? കൃത്യമായ ഒരു ഉത്തരം AIFI പറഞ്ഞിട്ടില്ല. പക്ഷെ നിലവിലുള്ള ഈ കരാർ പ്രശ്നങ്ങൾ ഒരു പ്രധാന കാരണം തന്നെയാണെന്നാണ് എല്ലാവരും കരുതുന്നത്. പിന്നെ ഈ AIF-ന് പുതിയ കരാറുകളിൽ ഏർപ്പെടുന്നതിന് എന്തോ നിയമപരമായ തടസ്സങ്ങളുണ്ടെന്നും കേട്ടല്ലോ, ഒരു സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട്. അതും ഒരു ഫാക്ടറാണ്. അതും ഈ MRA പുതുക്കുന്നതിന് ബാധിക്കുന്നുണ്ടോ? സാധ്യതയുണ്ട്. കാരണം ഒരു ഭരണഘടനാ കേസിൽ സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട്. അത് പ്രകാരം AIF-ന് പുതിയ വലിയ സാമ്പത്തിക ഇടപാടുകൾ അല്ലെങ്കിൽ അത്തരം കരാറുകളിൽ ഏർപ്പെടുന്നതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ MRA പോലൊരു വലിയ കരാർ പുതുക്കുമ്പോൾ അത് ചിലപ്പോൾ ഒരു തടസ്സമായിട്ടുണ്ടാവാം. ശരി. അതോടൊപ്പം വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ ക്ലബ്ബുകൾക്ക് കൂടുതൽ ഷെയർ കിട്ടുന്ന ഒരു പുതിയ ഹോൾഡിംഗ് കമ്പനി. കേട്ടിരുന്നു. 60% ക്ലബ്ബുകൾക്ക്, 26% FSDL, 14% AIF, അങ്ങനെ എന്തോ. അതെ. ആ ഒരു ചർച്ചയും നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതും എവിടെയും എത്തിയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നാണ് ഈ ഒരു അവസ്ഥ. അപ്പോൾ ഈ ഒരു അനിശ്ചിതത്വം ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആരെയാണ്? ക്ലബ്ബുകൾ, കളിക്കാർ? ഏറ്റവും വലിയ പ്രഷർ ഇപ്പോൾ ക്ലബ്ബുകൾക്കാണ്. അവർക്ക് അടുത്ത സീസണിലേക്കൊന്നും പ്ലാൻ ചെയ്യാൻ പറ്റുന്നില്ല. ഒരുക്കങ്ങളൊന്നും നടക്കില്ലല്ലോ. ഒന്നും നടക്കില്ല. കളിക്കാരുമായുള്ള കോൺട്രാക്റ്റ് പുതുക്കൽ, പുതിയ സൈനിങ്സ്, ട്രെയിനിങ് ഷെഡ്യൂള്, സ്പോൺസർമാരുമായിട്ടുള്ള ഡീല് എല്ലാം ഹോൾഡിലാണ്. ഇത് ക്ലബ്ബുകളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ വരെ ബാധിക്കും. ദൈനംദിന കാര്യങ്ങൾ നടത്താൻ പോലും ബുദ്ധിമുട്ടാവും. കളിക്കാരുടെ കാര്യം അതിലും കഷ്ടമായിരിക്കുമല്ലോ, പ്രത്യേകിച്ച് ഈ കോൺട്രാക്റ്റ് തീരാറായവരുടെയൊക്കെ കാര്യം. വളരെ ശരിയാണ്. ഒരുപാട് കളിക്കാർ, ഇന്ത്യൻസ് ആയാലും ഫോറിനേഴ്സ് ആയാലും, അവർക്കൊരു തൊഴിൽപരമായ ഉറപ്പില്ലാത്ത അവസ്ഥയാണ്. ലീഗ് നടക്കുമോ എന്ന് പോലും അറിയില്ലല്ലോ. അതെ, പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ പറ്റുന്നില്ല. ട്രെയിനിങ് കാര്യങ്ങൾ എങ്ങനെ നടക്കുമെന്നറിയില്ല. മത്സരങ്ങളില്ലെങ്കിൽ അത് ഫിറ്റ്നസിനെയും ബാധിക്കും, മെന്റൽ ഹെൽത്തിനെയും ബാധിക്കും. കരിയറിനെ തന്നെ ബാധിക്കുമല്ലോ. തീർച്ചയായും. പ്രത്യേകിച്ച് വിദേശ കളിക്കാർ. അവർക്ക് ചിലപ്പം വേറെ ലീഗുകളിലേക്ക് പോകേണ്ടി വരും. അപ്പൊ ക്ലബ്ബുകളും കളിക്കാരും ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോ ആരാധകരുടെ കാര്യം എന്താവും? ആരാധകർക്ക് വലിയ നിരാശയാവും ഫലം. മത്സരങ്ങളും അതിന്റെ ആവേശവുമാണല്ലോ ലീഗിനെ നിലനിർത്തുന്നത്. അതെ. അപ്പോൾ ഈ അനിശ്ചിതത്വം നീണ്ടുപോയാൽ ലീഗിനോടുള്ള ഒരു താൽപ്പര്യം കുറയാനും എൻഗേജ്മെന്റ് കുറയാനും ഒക്കെ സാധ്യതയുണ്ട്. ലോങ് ടേമിൽ അത് ലീഗിന്റെ പോപ്പുലാരിറ്റിയെ തന്നെ ബാധിച്ചേക്കാം അല്ലേ? ബാധിച്ചേക്കാം. ഫാൻ ബേസ് കുറയാനും സാധ്യതയുണ്ട്. തള്ളിക്കളയാൻ പറ്റില്ല. അപ്പം നമ്മളിവിടെ കാണുന്നത് ഒരു വെറും കരാറ് പുതുക്കൽ പ്രശ്നമല്ല, ഇന്ത്യൻ ഫുട്ബോളിന്റെ ഒരു ഭരണതലത്തിലുള്ള ചില പ്രശ്നങ്ങളിലേക്ക് കൂടിയാണ് ഇത് വിരൽ ചൂണ്ടുന്നത്, അല്ലേ? അതെ. ഈ ലീഗ് നടത്തുന്ന വാണിജ്യ സ്ഥാപനവും FSDL-ഉം കളിയുടെ നടത്തിപ്പുകാരായ AIF-ഉം തമ്മിലുള്ളൊരു പവർ പ്ലേ ആണോ ഇത്? ഒരു പരിധിവരെ അങ്ങനെയും വ്യാഖ്യാനിക്കാം. ഈ തർക്കങ്ങള്, ഈ ഭരണപരമായ വെല്ലുവിളികളൊക്കെ എത്രയും പെട്ടെന്ന് പരിഹരിക്കണം. അത്യാവശ്യമാണ്. ഇന്ത്യൻ ഫുട്ബോളിന്റെ മുന്നോട്ടുള്ള പോക്കിന് അത് അത്യാവശ്യമാണ്. ക്ലബ്ബുകളുടെ നിലനിൽപ്പ്, കളിക്കാരുടെ കരിയർ, പിന്നെ ആരാധകരുടെ താൽപ്പര്യം എല്ലാം ഇതിലാണ്.
ജൂലൈ 12 ഇത് പരിഹരിക്കാൻ ഒരു ടൈം ലൈൻ പോലും ഇല്ല എന്ന് പറയുന്നത് കുറച്ച് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അതെ, അതാണ് ഏറ്റവും വലിയ ആശങ്ക. ഒരു ഡെഡ് ലൈൻ പോലും ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പം നമ്മള്, അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന നിങ്ങളും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ കരാർ പുതുക്കിയാൽ മാത്രം ഈ പ്രശ്നങ്ങൾ തീരുമോ? അതോ ഇന്ത്യൻ ഫുട്ബോൾ ഭരണതലത്തിൽ കുറച്ചുകൂടി വലിയ ഘടനാപരമായ മാറ്റങ്ങൾ ആവശ്യമുണ്ടോ? ലീഗുകൾക്ക് സുസ്ഥിരമായി പ്രവർത്തിക്കാനും വളരാനും പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകേണ്ടതല്ലേ? തീർച്ചയായും അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതെ. അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാവുന്നതാണ്.